അനസ്തേഷ്യ നൽകാതെ നിരവധി തവണ അവർ ആ സ്ത്രീയുടെ ശരീരം കീറിമുറിച്ചു. പച്ച മാംസം കുത്തിക്കീറുന്ന വേദനയിൽ ആ സ്ത്രീ അലറി വിളിച്ചിട്ടും അവർ വീണ്ടും വീണ്ടും അവളെ കീറിക്കൊണ്ടിരുന്നു. ഒരു തവണയല്ല, 30-ലധികം തവണ. തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കു വേണ്ടി പിച്ചി ചീന്തുവാൻ ഇട്ടുകൊടുത്ത കേവലം ഒരു റാബറാറ്റ് മാത്രമായിരുന്നു അവർക്കവൾ. ഇത് അനാർക്ക വെസ്റ്റ്കോട്ടിന്റെ കഥയാണ്. അനസ്തേഷ്യ നൽകാതെ ഒരു ശാസ്ത്ര സമൂഹം നിരവധി തവണ കീറിമുറിച്ച ഒരു പെണ്ണിന്റെ കഥ, ഒരു ആഫ്രിക്കൻ അടിമ സ്ത്രീയുടെ കഥ. അവൾ വെറും ഒരു 17-കാരിയായിരുന്നു. ഒരു കൃഷിയിടത്തിലെ ഒരു ജന്മിയുടെ അടിമ, ഒരു രോഗി, എന്നാൽ അതിലും കൂടുതൽ മനുഷ്യന്റെ സമാനതകളില്ലാത്ത ക്രൂരതയുടെ തീച്ചൂളിലൂടെ കടന്നു പോകേണ്ടി വന്ന ഒരു പാവം പെൺകുട്ടി. 1828 അലബാമയിലെ മോണ്ടുഗൊമോറിയിലാണ് അവൾ ഒരു അടിമയായിട്ട് ജനിച്ചത്. എന്നാൽ അവളുടെ ജീവിതം അടിമത്തത്തിന്റെ ബാന്ധവത്തിൽ മാത്രം വലിഞ്ഞു മുറുക്കപ്പെട്ടവയല്ലായിരുന്നു. അതും കടന്ന് വളരെ അപകടകരമായ വൈദ്യശാസ്ത്രത്തിന്റെ കറുത്ത അധ്യായങ്ങളിലൂടെ നിഗൂഢമായ പരീക്ഷണങ്ങൾ എല്ലാം അവളെ നരക കവാടത്തിലൂടെ കടത്തിക്കൊണ്ടുകയായിരുന്നു. ആ ജീവിതയാത്രയിൽ ഒട്ടും സുരക്ഷിതമല്ലാത്ത ആ സാഹചര്യങ്ങളിൽ തൻ്റെ 17-ാം വയസ്സിൽ ആരിൽ നിന്നോ അവൾ ഗർഭിണിയായി മാറി. പക്ഷേ അതിനൊപ്പം ഒരു രോഗവും അവളിൽ പിടിപെട്ടു, വെസിക്കോ വൈജൈൻ ഫിസ്റ്റുല. മൂത്രം പിടിച്ചു വെക്കാനാകാത്ത അതിദാരുണമായിട്ടുള്ള ഒരു അവസ്ഥ. മാത്രമല്ല, ഫിസ്റ്റുല അവളുടെ സ്വകാര്യ ഭാഗങ്ങളെ കാർന്നു തിന്നതിനാൽ അവൾക്ക് വളരെയധികം അസഹനീയമായ വേദനയും ഉണ്ടായിരുന്നു. അതുവഴി അവൾ അനുഭവിക്കേണ്ടി വന്നത് വളരെ നാണക്കേടും അതിദുസ്സഹനീയമായ വേദനയുമാണ്. പക്ഷേ അവിടം കൊണ്ടും തീരുന്നതായിരുന്നില്ല അവളുടെ ദുരിത ജീവിതം. തന്നെ കാത്ത് മനസാക്ഷിയുള്ള ഒരു മനുഷ്യനും സങ്കല്പിക്കുവാൻ പോലും സാധിക്കാത്ത മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു ദുരന്തം തൻ്റെ മുമ്പിൽ ഉണ്ട് എന്നുള്ള സത്യം അവൾക്കറിയില്ലായിരുന്നു. ഒരു പ്രഭാതത്തിൽ ശാരീരിക വേദനയാൽ വലയുന്ന ആ പാവം പെൺകുട്ടിയുടെ മുന്നിലേക്ക് ദൈവദൂതൻ എന്ന വ്യാജേനെ അയാൾ കടന്നു വരികയാണ്. ഡോക്ടർ ജെ മാരിയൻ സിംസ്, ആധുനിക ഗൈനക്കോളജിയുടെ പിതാവെന്ന് ലോകം ഇന്ന് വാഴ്ത്തുന്ന ആൾ. എന്നാൽ അയാൾ ആ പദവി രൂപപ്പെടുത്തിയത് അനാർക്കയെ പോലുള്ള അനേകരുടെ ജീവിതത്തെ നരകവേദനയിലൂടെ കടത്തിവിട്ടിട്ടാണ് എന്നുള്ളതാണ് ചരിത്രം. സിംസ് അവളെ ഒരു മനുഷ്യജീവിയായിട്ട് കണ്ടിട്ട് പോലുമില്ല. തൻ്റെ ലാബോറട്ടറിയിൽ തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കീറിമുറിക്കുവാനായി താൻ പണം കൊടുത്തു മേടിച്ച ഒരു പരീക്ഷണ വസ്തു മാത്രമായിരുന്നു അയാൾക്ക് അവൾ. തൻ്റെ ഇപ്പോഴുള്ള യജമാനൻ രോഗം ബാധിച്ച അടിമവേല ചെയ്യുവാൻ വയ്യാതെ അവശയായ തന്നെ വളരെ തുച്ഛമായ വിലയ്ക്ക് ഈ ഡോക്ടർക്ക് വിൽക്കുമെന്ന് അവൾ ഒരിക്കലും കരുതിയിരുന്നില്ല. 4 വർഷക്കാലം അയാളുടെ ലാബോറട്ടറിയിൽ ബന്ധസ്ഥയായിട്ട് ഒരു കൂട്ടിനുള്ളിൽ ആ പാവം പെൺകുട്ടി അടയ്ക്കപ്പെട്ടു. ഓരോ തവണയും ബലമായിട്ട് അയാളും അയാളുടെ കൂട്ടാളികളും അവളെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എത്തിക്കും. എന്നിട്ട് അവളെ കീറിമുറിക്കും. ശരീരത്തിലെ പലയിടങ്ങൾ അനസ്തേഷ്യ നൽകാതെ പച്ചയ്ക്കങ്ങനെ മുറിക്കും. ശരീരത്തിലെ മാംസവും അസ്ഥിയും വേർപെടുന്ന വേദനയിൽ അവൾ അലറി വിളിക്കും. എന്നാൽ ആ ശബ്ദം കേട്ടിട്ടും ആ കരച്ചിൽ കണ്ടിട്ടും ചുറ്റുമുള്ളവർ യാതൊരു കുറ്റബോധവുമില്ലാതെ വീണ്ടും വീണ്ടും അവളെ കീറിമുറിച്ചുകൊണ്ടേയിരുന്നു. 4 വർഷക്കാലം കൊണ്ട് 30-ലധികം ശസ്ത്രക്രിയകളാണ് ആ പാവം പെൺകുട്ടിയുടെ ശരീരത്തിൽ ഒരു അനസ്തേഷ്യ പോലും നൽകാതെ ആ നരാധമന്മാർ നടത്തിയത്. ചിന്തിച്ചിട്ടുണ്ടോ? ഒരു കൊച്ചു പെണ്ണ്, എല്ലാ സ്വാതന്ത്ര്യവും ആസ്വദിച്ച് പൂമ്പാറ്റെ പോലെ പാറി നടക്കേണ്ടുന്ന യൗവനകാലം. എന്നാൽ അവൾ ഒരു ഇറച്ചിക്കടയിൽ തൂങ്ങി ആടുന്ന മാംസപ്പിണ്ഡം പോലെ ദിവസേന അറുക്കപ്പെടുകയാണ്. ചുറ്റിനും ഡോക്ടർമാർ അവരുടെ ശരീരഭാഗങ്ങൾ എടുത്ത് പഠിക്കുന്നു. വിദ്യാർത്ഥികൾ നോട്ടുകൾ കുറിക്കുന്നു. തൻ്റെ ശരീരഭാഗങ്ങൾ കയ്യിലെടുത്ത് പഠിക്കുന്ന ആ നരാധമന്മാരെ കണ്ടുകൊണ്ട് അത്യന്തം വേദനയാൽ അലറുന്ന ആ പെൺകുട്ടിയുടെ കരച്ചിൽ മാത്രം ആ മുറിയിൽ വീണ്ടും വീണ്ടും മുഴങ്ങുന്നുണ്ടായിരുന്നു. ഒരാൾക്കും അവളോട് കനിവ് തോന്നിയില്ല. കരയുന്ന അവളുടെ വാ പൊത്തി അവർ പറഞ്ഞു, നീ കറുത്തവളാണ്, നീ അടിമയാണ്, നീ ഒരു ഉപഭോഗ വസ്തു മാത്രമാണ്. എന്നാൽ അവൾ മാത്രമായിരുന്നില്ല ഈ കിരാതമായ കാട്ടാളത്തിൻ്റെ ഇരകൾ. ലൂസി, ബെറ്റ്സി തുടങ്ങി അനേകം ആയിരക്കണക്കിന് ആഫ്രിക്കൻ അടിമ സ്ത്രീകൾ ശാസ്ത്രത്തിനായിട്ട് അവരുടെ ശരീരം ഇപ്രകാരം ഉപയോഗിക്കപ്പെട്ടു. അവർ അനുഭവിച്ച വേദന ചരിത്രത്തിൽ ഒരിക്കലും എഴുതി വെക്കപ്പെടാത്ത വേദനയായി. നാം ഇന്ന് ഉപയോഗിക്കുന്ന പല മരുന്നുകളും സർജറികളും ചികിത്സാ രീതികളുമെല്ലാം ഇങ്ങനെ പച്ചയ്ക്ക് അറുത്തും മരുന്ന് കുത്തിവെച്ചും
ലാബോറട്ടറികളിലെ പരീക്ഷണ വസ്തുക്കളായി ഒടുങ്ങിത്തീർന്ന അനേകം ആഫ്രിക്കൻ സ്ത്രീകളുടെ വേദനയിൽ സ്ഫുരണം ചെയ്തവയാണ്. ചരിത്രം അനാർക്കയെ മറക്കാൻ ശ്രമിച്ചു. ആധുനിക ഗൈനക്കോളജിയുടെ പിതാവായ സിംസിനെ എല്ലാവരും വാഴ്ത്തി. പക്ഷേ കാലം ഒന്നും മറന്നില്ല. കേവലം ഒരു രോഗിയായിട്ടല്ല, ഒരു ലാബ് റാറ്റായിട്ടല്ല, അതിജീവനത്തിൻ്റെ ശബ്ദമായി ഇന്ന് ആഫ്രിക്കൻ സ്ത്രീകളുടെ പോരാട്ടങ്ങളുടെ, അവകാശ സമരങ്ങളുടെ ചരിത്രം കാത്തുവച്ച മുഖമുദ്രയാണവർ. നിരവധിയായ മനുഷ്യത്വരഹിത പരീക്ഷണങ്ങളെ അവൾ അതിജീവിച്ചു. 1870-കളിൽ തൻ്റെ ഈ ഇഹലോകവാസം വെടിഞ്ഞു ഈ ഭൂമിയിൽ നിന്ന് അവൾ മാറ്റപ്പെട്ടു. എങ്കിലും അവൾ കൊളുത്തിയെത്തി ഇന്നും അണയാതെ നിൽക്കുന്നു. നൂറ്റാണ്ടുകൾക്കിപ്പുറം ലോകം അവളെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു: അനാർക്ക വെസ്റ്റ്കോട്ട് നെവർ ചൂസ് ടു ബി എ സിമ്പിൾ, ബട്ട് ഷീ ഈസ് വൺ, എ സിമ്പിൾ ഓഫ് പെയിൻ ആൻഡ് സർവൈവൽ, ഓഫ് ഇൻജസ്റ്റിസ് ആൻഡ് ട്രൂത്ത്. അവളുടെ പേര് പറയുക, അവളുടെ മുഖം ഓർക്കുക. കാരണം പുരോഗതിയുടെ വില ഒരിക്കലും ഒരു പാവത്തിൻ്റെയും രക്തത്തിലും നിശബ്ദത്തിലും പടുത്തുയർത്തതാകരുത്. ആധുനിക വൈദ്യശാസ്ത്രം അവളോടുള്ള കടമ നിറവേറ്റിയില്ല. പക്ഷേ ചരിത്രം മാപ്പുസാക്ഷിയായിട്ട് നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട് ഇതേ സത്യം.